പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ സഹത ആരാണ്? ഉത്തരം ഹാബേൽ. എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ. ഹാബേലിനെ സംബന്ധിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവിടെയും വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ പരിശുദ്ധൻ, ആദ്യത്തെ സഹത, അത് ഹാബേലിൻ്റെ പേരാണ്. ഹാബേലിനെ സംബന്ധിച്ച് ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സുപ്രധാനമായും പഠിക്കുവാനുള്ള 1-2 പാഠങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഹാബേൽ ഒരു ആട്ടിടയനായിരുന്നു. ജോലി എന്തുമായിക്കൊള്ളട്ടെ, അതല്ല വിഷയം. ഹാബേലിനെ സംബന്ധിച്ചുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം, ഹാബേൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു എന്നാണ്. എബ്രായ ലേഖനം പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ്. ആടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്ത് അവൻ സമർപ്പിക്കുകയാണ്. നേർവിപരീതമായിരുന്നു ജ്യേഷ്ഠ സഹോദരനായ കായീൻ കൃഷിക്കാരനായിരുന്നു. കൃഷിഫലത്തിൽ നിന്ന് ഒരു ഫലം കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു. ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന പക്ഷം, കായീൻ ഓഫേർഡ് an ordinary offering, whereas Abel offered the best. ദൈവത്തിന് യാഗം സമർപ്പിക്കുക എന്ന് വരുമ്പോൾ, ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുക, നമ്മളുടെ സമയം സമർപ്പിക്കുക, നമ്മളുടെ ധനം സമർപ്പിക്കുക, നമുക്കുള്ള ശേഷിയും ശക്തിയും മികവുകളും ദൈവനാമത്തിനായി സമർപ്പിക്കുക എന്നിങ്ങനെ പല രീതിയിൽ അതിനെ വിടർത്തി പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, നമ്മളുടെ സമയം, നമ്മളുടെ ധനം, അതിൽ ഓർഡിനറി ഓഫറിങ്, അങ്ങനെയാക്കാം അതിനെ. ദ ബെസ്റ്റ് ഓഫറിങ് 2 സാധ്യതകളാണ് ഉള്ളത്. യു ക്യാൻ ഓഫർ an ordinary thing in an ordinary way. പക്ഷേ ഹാബേലിനെ സംബന്ധിച്ചിടത്തോളം he offered the best എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ യാഗം സമർപ്പിച്ച ഹാബേലിൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു, അവൻ പ്രസാദിച്ചു എന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. God was pleased with the offering of Abel. He accepted Abel's offering എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് നമ്മൾ അടിവരയിടണം, ജീവിതത്തിൽ ഒരു പാഠമാക്കണം. കുഞ്ഞുങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം അത് ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മികവുകൾ, താലന്തുകൾ, ശേഷികൾ, ശക്തികൾ, അത് ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കാം, പക്ഷേ ദൈവത്തിന് വിനിയോഗിക്കുന്ന സമയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സമയം നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധയും ഏറ്റവും അധികം ശക്തിയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കണം. ഏറ്റവും അധികം ഹൃദയത്തിൽ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന എന്ത് കാഴ്ചകളും അത് ഏറ്റവും മികവുള്ള കാഴ്ചയായിരിക്കും, ദ ബെസ്റ്റ് ആയിരിക്കും. ഓഫർ ദ ബെസ്റ്റ് ടു ഗോഡ് ഓൾവേസ്. വാട്ട് എവർ യു സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്, ഫോർ ഗോഡ്ലി തിങ്സ്, make it a point that it is the best
that you offer to God. ഇത് പ്രത്യേകമായി നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു പാഠമാണ്. ഹാബേലിനെ സംബന്ധിച്ച് നമ്മൾ കായീനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ്. ആ നിഷ്കളങ്കതയിൽ സമർപ്പിച്ചപ്പോൾ കായീന് അസൂയ തോന്നി, കോപമുണ്ടായി. കായീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. അനുജനെ കൊന്നുകളഞ്ഞ കായീൻ ആദ്യത്തെ കൊലപാതകിയായി മാറുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ ആദ്യം ഏറ്റവും മികവുള്ളത് സമർപ്പിച്ച, ബെസ്റ്റായി ദൈവത്തിന് സമർപ്പിച്ച ഹാബേൽ ഒരു വശത്തും, ആ നിഷ്കളങ്കനെ നിഹനിച്ചു കളഞ്ഞ, കൊന്നുകളഞ്ഞ കഥാപാത്രമായി കായീനും മാറുകയാണ്. രണ്ട് സാധ്യതകളുണ്ട് കുഞ്ഞുങ്ങളെ. ഈ സാധ്യതയിൽ ഒന്ന് ഹാബേലിൻ്റെ സാധ്യതയാണ്, ഹാബേലിൻ്റെ ആളത്വം. അതുപോലെ തന്നെ കായീൻ്റെ ജീവിതത്തിൻ്റെ ആ ആളത്വം. ഈ രണ്ട് സാധ്യതകളും, ഒന്ന് നന്മയുടെ പൂർണ്ണത, മറ്റൊന്ന് തിന്മയുടെ അവതാരമായി കാണുന്ന ഒരു മൂർത്തിയായി നമുക്ക് കായീനെ കാണാൻ സാധിക്കും. വിച്ച് വൺ യു ചൂസ്? ഹാബേലിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, അതോ കായീൻ്റെ മാതൃകയാണോ എന്നുള്ളത് നമ്മളിന്ന് വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ടതാണ്. വേദപുസ്തക ചരിത്രത്തിലെ ഒരു ശക്തമായൊരു ചോദ്യം, കായീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞല്ലോ. ആ സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വന്ന് കായീനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ലോക ചരിത്രത്തിലെ തന്നെ വലിയ ധാരാളം പ്രസംഗകർ, ധാരാളം വേദപുസ്തക പണ്ഡിതന്മാർ അതേ സംബന്ധിച്ച് വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ധാരാളം പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വേർ ഈസ് യുവർ ബ്രദർ ഏബൽ? നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന. നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരുപാട് നാനാർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിന്റെ സഹോദരനെ നിനക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടോ? സമർത്ഥനായ ഒരു കുഞ്ഞിനെ അസൂയ കൂടാതെ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരനെ വിദ്വേഷം കൂടാതെ, അസൂയ കൂടാതെ, നിർമ്മലമായ ഹൃദയത്തോടെ ചേർത്ത് നിർത്താൻ, സഖ്യതയിൽ ആയിരിക്കാൻ, അതൊരു വലിയ കാര്യമായി ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമായി നമ്മൾ ഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ വേദപുസ്തക ചരിത്രത്തിലെ പരിശുദ്ധന്മാരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം പറയുന്ന പേര് ഹാബേൽ. 4 കാര്യങ്ങൾ ഹാബേലിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അവൻ ഉത്തമമായ യാഗം കഴിച്ചു. ഹി ഓഫർഡ് ദ ബെസ്റ്റ്. 1. 2, അങ്ങനെ when he offered the best, he was considered just. Offer the best, God will accept you as just. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ആര് സാക്ഷ്യം കൊടുത്തു? ദൈവം നീതിമാനാണ്, എൻ്റെ കുഞ്ഞ് ഹാബേൽ നീതിമാനാണ് എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. 3, ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. എൻ്റെ മകൻ ഹാബേൽ അവനുള്ളതിൽ ഏറ്റവും ഉത്തമമായത്, വലുത്, ശ്രേഷ്ഠമായത് എനിക്ക് സമർപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അവനിൽ സന്തോഷിക്കുന്നു. അതെന്തൊരു വലിയ കാഴ്ചയാണ്. ഞാൻ നിങ്ങളിൽ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട്, തോമസ് ഉദാഹരണം പറയുകയാണ്, തോമസ്, no, I am pleased with you because you offer the best. ദൈവം നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് പറയുന്ന ഒരു സാക്ഷ്യമായി അത് കാണേണ്ടതാണ്. 4 പറയുന്നത്,
മരിച്ച ശേഷവും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ വാചകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഹാബേൽ continues speaking even today. What does it mean? He speaks to each and every one of you. One, offer your best, my child, my friend. ഹാബേൽ നമ്മളോട് ഓരോരുത്തരോടും പറയും. Abel tells to each and every one of us, offer the best. Be just. When you offer the best, you will be just before God. And He will be pleased with you. ദൈവം നിന്നെ സ്നേഹിക്കും, ദൈവം നിന്നിൽ സന്തോഷിക്കും. ഇങ്ങനെ ഈ ഒരു വലിയ സാക്ഷ്യം ഇപ്പോഴും ഹാബേൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് പറയുന്നുണ്ടെന്നാണ്. മരിച്ച ശേഷവും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവൻ്റെ സംസാരത്തിൻ്റെ വിഷയം? What is the content of the talk of Abel today? Just this: offer the best. God will consider you the just, and He will be pleased with you. He continues speaking to each and every one of us down through the centuries. കുഞ്ഞുങ്ങളെ, ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളോടുകൂടെ. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞെ, നിങ്ങളുടെ ഏറ്റവും മികവുള്ളത് നിങ്ങൾ എനിക്ക് തരുമോ എന്ന ചോദ്യം. ആ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ അലതല്ലണം. ഇവിടെ ആ ചോദ്യം തന്നെ നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനായ ആദ്യത്തെ സഹതായായ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധന്മാരുടെ പട്ടിക നിരത്തുമ്പോൾ ആദ്യം പേര് പറയുന്ന ഹാബേൽ, ആ ഹാബേൽ ഇന്നും നമ്മളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ സമയവും നമ്മളുടെ ദൈവം തന്നിരിക്കുന്ന എല്ലാ മികവുകളും അതിലേറ്റവും ശ്രേഷ്ഠമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ, ശ്രേഷ്ഠമായ തരത്തിൽ അതിൽ സമർപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്കേവർക്കും കൃപ കൊടുക്കട്ടെ. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും.